ഗൈസ്, അപ്പോൾ ബ്ലോഗ് തുടങ്ങാം എന്ന് വിചാരിച്ചു. എല്ലാവരും പറഞ്ഞു ബ്ലോഗ് തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പൊതുവെ ഒരു ഇൻവെർട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടറല്ല, ഇൻവെർട്ടറിന് ഉപരി ഒരു അത് പറയുമല്ലോ, എന്തായിരുന്നു അത് പേരെന്തായിരുന്നു? ഇത് പറയും. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ഓക്കെ, ഞാനൊരു ആംബിവേർട്ടാ. ഓൾസോ ഐ ഹാവ് സോഷ്യൽ ആൻസൈറ്റി. അപ്പോൾ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമായിട്ടുള്ളൊരു കാര്യമാണ് ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സോഷ്യൽ ആൻസൈറ്റി ആംബിവേർട്ടൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്തിനാണ് LLB എടുക്കണേ എന്ന് നിങ്ങൾ ചോദിക്കും. എന്തിനാണ് പഠിക്കാം? സത്യം അത് എനിക്കറിയില്ല. പോട്ടെ, പിന്നെ ഇവിടെ ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ദിവസം സാധാരണ ഞാനാണ് ഓഫീസിൽ നേരത്തെ വന്നിട്ട് ഈ കസേര ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഒരു നേരത്തെ വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ബസ്സില്ല ഗൈസ്. ബസ് ഉണ്ട്, പക്ഷെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വൈകി കഴിഞ്ഞപ്പോ സ്റ്റെപ്പിൽ സ്റ്റെപ്പിൽ നിന്നാണ് കയറിയ എന്നുള്ളൊരു വ്യത്യാസത്തിലാണ്. അപ്പൊ വൈകി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ നേരത്തെ സ്റ്റെപ്പിന് ഇടയ്ക്ക് കേട്ട് ഞാൻ വരും. ഈ കസേര വന്ന് ഇങ്ങനെ ഇരിക്കും. 8:45 വരും, എത്തും, ഇരിക്കും. 9 മണിക്ക് സെറ്റ് ചേരും. സെറ്റ് ചേച്ചി വന്നിട്ട് വേണം ഈ വാതിലൊന്ന് തുറന്നിട്ട് അകത്തോട്ട് കയറാൻ. അപ്പോ മൂവാറ്റുപുഴ അഡ്വക്കേറ്റ് ഓഫീസിലാണ് ഇന്റേൺഷിപ്പ് വേണം. എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട്. ഞാൻ നേരത്തെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു ബ്ലോഗ് എടുക്കും. അതുകൊണ്ട് റെഡി ആയിട്ട് വന്നോന്ന് ഒരുങ്ങി. ഈ പറയേണ്ട താമസം അവൾ എന്നോട് പറയാനിരിക്കെ. കാരണം അവന് ഇത് പറയണോ വേണ്ടിയോ അങ്ങനെ ഉള്ളൊരു അവസ്ഥയിൽ. കാരണം ഞാൻ ഇൻവെർട്ടറായി പറയണോ വേണ്ടിയോ എന്ന് രീതിയിൽ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുങ്ങി വന്നോ, നമുക്ക് ബ്ലോഗ് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു മൂവാറ്റുപുഴ അഡ്വക്കേറ്റ് ഓഫീസിലാണ് ചെയ്യുന്നത്. ഉബിൾട്ട് എലഗൻസ്, വളരെ നല്ല ഓഫീസാണ്, വളരെ നല്ല മനുഷ്യരാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചു അഡ്വക്കേറ്റ് ഓഫീസിലൊക്കെ ഞാൻ തന്നെ പോയെന്ന് ചെയ്യില്ല. അത് വിചാരിച്ച് ഞാൻ മനസ്സിൽ വെച്ചേക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എങ്ങനെയായിരിക്കും അവർ നമ്മളോടുള്ള അപ്രോച്ച്, എങ്ങനെയായിരിക്കും എനിക്കറിയില്ല പേര്. പിന്നെ എൻ്റെ ഫ്രണ്ട് അവളുള്ളതുകൊണ്ട് നല്ല വന്നു. പക്ഷെ സൂപ്പറാണ്, ഇവിടുത്തെ മനുഷ്യരൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല, നല്ല കമ്പനിയാണ്, വൈബാണ്. പിന്നെ ഈ ബ്ലോഗ് ഞാൻ പൂർത്തിയാക്കുമോ എന്നാൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം സാറ് എങ്ങനെ ആയിരിക്കും, ഞാൻ ബൈബിൾ വാങ്ങിക്കാണ്, പക്ഷേ സാറ് ഫോൺ യൂസ് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോൺ ഞങ്ങൾക്കിവിടെ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അപ്പൊ ഫോൺ വെച്ചാലൊന്നും ബ്ലോഗ് എടുക്കണം. അപ്പൊ എങ്ങനെയാണ് എടുക്കാൻ പറ്റുമോ, സംഭവിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. എന്തായാലും ഇനി അവര് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ഹലോ ഗായ്സ്, ഞാൻ ഫൈനൽ ഡേ ഇന്റേൺഷിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞോ. നമുക്ക് നമ്മുടെ ഓഫീസിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ബ്ലോഗ് എടുക്കാനൊക്കെ തുടങ്ങി. രണ്ട് നല്ല വാക്കുകൾ പറയും. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അടുത്ത പാട്ട് കാണിച്ചു തരാം. ഇപ്പൊ എല്ലാവരും സെറ്റ് രാവിലെ വന്നെല്ലാം സെറ്റ് കോടതി കൊതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല ആശ്രയ കുറച്ച് രാഷ്ട്രീയത്തിനെ പറ്റിയൊക്കെ ഗൈസ്, ഞങ്ങളോട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേറൊരാളും കൂടെ ഉണ്ട്. പേര് പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. യാസർ എന്ത് ചെയ്യുന്നു? ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? നമ്മൾ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യണം. യാത്ര ഏത് കോളേജിലാണ് പഠിക്കുന്നത്? കേരള ലോ അക്കാഡമിയിൽ പഠിക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊരു സീനിയർ ഉണ്ട്. അപ്പൊ വരാൻ പോകുന്ന പിള്ളേർക്ക് വേണ്ടി യാസർ സ്റ്റുഡന്റ് മാത്രമല്ല, ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇതിലും നല്ല ഇൻട്രൊഡക്ഷൻ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്.
ഇന്ന് ഞങ്ങളുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അല്ല കുറെ നാളായിട്ടുണ്ട്, എന്നാലും പലപ്പോഴും വരുന്ന ഞങ്ങളുടെ സ്വന്തം ഇന്റേൺഷിപ്പ് ബഡി അല്ലെ. ഇടയ്ക്ക് സത്യപ്രജ്ഞ കാരണം നമ്മുടെ സ്വന്തം ലാസർ തിരുവനന്തപുരം വരെ ചെറുതായിട്ടൊന്ന് പോയി. ഇപ്പോഴാണ് വീണ്ടും 2 ദിവസം പോയി, ഇപ്പോഴാണ് ലാൻഡ് ആയത്. എന്തോ മന്ത്രിമാർക്കൊക്കെ ലാസർ ഇല്ലാതെ പറ്റും. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ലാസറിനെ കുറിച്ച് 2 വാക്ക് പറയൂ. എന്റെ പേര് യാസർ. കേരള ലോ അക്കാദമി ലോ കോളേജിൽ പഠിക്കുകയാണ്. വേറെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ കുറിച്ച് പറയണ്ട, എനിക്ക് ആകെ ഇത്രേ അറിയുള്ളൂ. നിങ്ങൾ എന്നെ കുറിച്ച് പറയണം. അതെ, ഇവനെ വല്ലപ്പോഴേ കാണാൻ കിട്ടുള്ളൂ ഗൈസ്. ചെറിയ തിരക്കുകൾ കാരണം ഈ ചെറിയ തിരക്കുകൾ. ഇന്റേൺഷിപ്പ് ഒന്ന് പോകുന്നു. അതെ, 14 ദിവസം അടുപ്പിച്ചാണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാവിന് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തല കാണിക്കും. പക്ഷെ കറക്റ്റായിട്ട് 14 ദിവസം കംപ്ലീറ്റ് ആക്കാനുള്ള മനസ്സുണ്ട്, അല്ലേ സർ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അതാ പറയും 10 ദിവസം കൊണ്ട് ചെയ്താൽ മതി. ഞാൻ 28 ദിവസം 28 ദിവസം 10 ദിവസങ്ങളായ ഒക്കെ. യാസർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഞാനിപ്പോൾ ഫയൽ വയ്ക്കുകയാണ്. എന്താണ് FIR നിങ്ങൾക്കറിയോ? ഓക്കെ ഗൈസ്, ഞങ്ങൾ ബാക്കി വ്ളോഗ് പിന്നീട്. സാർ വന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ അടുത്തത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫയലിലെ രജിസ്റ്ററിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലൈന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതോ ഒരു അദൃശ്യ കരങ്ങൾ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഇന്നലെ മുതൽ എന്റെ ഫോട്ടോ വ്യാപകമായ രീതിയിൽ ഏതോ ഒരു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ. ഇനി വല്ല ജോലി വാഗ്ദാനം ചെയ്ത് യുവാവ് കാശ് വാങ്ങിച്ചു പറഞ്ഞ എന്റെ ഫോട്ടോ ഇനി ഈ മുഖം കാണുകയാണ്. ഇങ്ങനൊരു മുഖം ഞാനല്ല ആ വ്യക്തി. ഞാൻ അങ്ങനെ ഒന്നും വന്നിട്ടേ ഇല്ല, മനസ്സിൽ കൂടെ വിചാരിച്ചില്ല. ഗൈസ് അങ്ങനെ കോടതിക്ക് വന്നു. ഇപ്പോഴാണ് ഒരാൾ കണ്ടത്, യാസർ സ്പോട്ടഡ്. ഇവരെ ഞാൻ എവിടെയോ. കോടതി ഞങ്ങൾ ക്യാൻറ്റീനിലോട്ട് പോവുകയാണ്. ഹലോ, ഞങ്ങള് കോടതിയുടെ ക്യാൻറ്റീനിലൊക്കെ വന്ന് ഞാൻ ചായ കുടിച്ചു, ഒരു ലൈം കുടിച്ചു. അപ്പോഴാണ് ഞാൻ എന്റെ ഫേവറേറ്റ് കടലമുട്ടായി കാണുന്നത്. കഴിക്കാതിരിക്കാൻ പറ്റും, എസ്പെഷ്യലി ഫൈനൽ ഡേ ആയിട്ട്. അങ്ങനെയാണ് ഞാൻ ഇവനെ കണ്ടുമുട്ടുന്നത്. ആരെ? നമ്മുടെ സ്വന്തം യാസറിനെ. എവിടെ പോയി? ഞങ്ങൾ ക്യാൻറ്റീനിൽ പോകാൻ നേരം വിളിച്ചതാ മര്യാദയ്ക്ക്. അന്നേരം അവൻ ബിസി. അവന്റെ വേറെ കൂട്ടുകാരിയെ തപ്പി അങ്ങ് വേറെ കോടതിയിൽ പോയി. അപ്പൊ ഇപ്പൊ വീണ്ടും ഇവര് കമ്പനി കൊടുക്കാൻ ഞങ്ങൾ ഒന്നുകൂടി കീറ്റി ഗൈസ്. ഇവിടെ ഞങ്ങൾ കഴിക്കട്ടെ. പക്ഷെ ഞങ്ങളാണ് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത്. വെറുതെ ഇപ്പം പറയുന്ന വിശ്വസിക്കില്ല. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ സൂപ്പർ ആയിട്ടാണ് വരുന്നത്. നന്നായിട്ട് പെട്ടെന്ന് കിട്ടാറുണ്ട്. ഇവന്റെ ആക്രമണം കാരണമാണ് അത് പറയുന്നത്. ഇവിടെ മോഡറേറ്റ് സ്പീഡിലെല്ലാം കിട്ടാറുണ്ട്. നമ്മുടെ യാസറിന് ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാനുള്ള സമയമില്ല, അത്രയ്ക്ക് തിരക്കാണ്. സോ ബിസി മാൻ. ഞങ്ങൾ കോടതി കഴിഞ്ഞ് കട കയറി സ്വീറ്റ്സ് മേടിക്കാൻ ഓഫീസിൽ കൊടുക്കാനായിട്ട് ഞങ്ങളൊന്ന് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ ആളെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് വെട്ടമുള്ളത് നോക്കി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തി, ഞങ്ങളുടെ നിഷാത്ത. ഈ ഓഫീസിലെ ഡോറയാണ് ഗൈസ്. നിഷാത്ത വരും, ഒരു ബാക്ക് പാക്ക് ഇടും, പിന്നെ ഓട്ടമാണ്, പിന്നെ വൈകുന്നേരം കാണും, ഉച്ചയ്ക്ക് കാണും, ഫുഡ് കഴിക്കും, പോവും. അങ്ങനെ വല്ലപ്പോഴും നമുക്ക് കാണാൻ കിട്ടും. പക്ഷെ ആൾ എപ്പോഴും ഇങ്ങനെ നല്ല ചിരിച്ച് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഓഫീസിലെ ഡോറ. ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കുക, നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പാവം മനസ്സിലാവും, നമ്മൾ എന്ത് ചോദിച്ചാലും നല്ല കാര്യങ്ങളെ പറയുള്ളൂ നിഷാത്ത. ഇനി നമ്മൾ രണ്ടാമത്തെ ആളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഓഫീസിന്റെ എല്ലാമായ ഇവള് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സരിത ചേച്ചി, ഈ ഓഫീസിൽ ഫസ്റ്റ് വരുന്ന സ്റ്റാഫ്. പക്ഷെ ഇപ്പൊ ഞാനാണ് ഫസ്റ്റ് വന്നത്. എന്നിട്ട് അവിടെ പോയി ശമ്പളം കിട്ടുന്ന ഒഫീഷ്യൽ സ്റ്റാഫ് ഇതാണ് നമ്മുടെ സരിത ചേച്ചി. ഞങ്ങളിത് പോവാണ്. അപ്പൊ എന്താണ് ഞങ്ങൾക്ക് പറയാൻ? പോകണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. വിഷമമാവും. സരിത ചേച്ചി ഒരു കലാകാരിയും കൂടെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. ഇത് നർത്തകിയാണ്, എന്താണ്, ടാലന്റഡ് മദർ ആണ്. പിന്നെ കുട്ടീനെയും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്.
പറയൂ, ഞങ്ങളെ കുറിച്ച് പറയൂ. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് നോക്കൂ. നല്ല മിടുക്കികളായിട്ട് പഠിച്ച് ഉയരങ്ങളിൽ എത്തട്ടെ. മജിസ്ട്രേറ്റ് ആവാൻ ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. ഞാൻ ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല, കൈക്കൂലി കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഉള്ളിൽ നിന്ന് തട്ടി വരുന്നതാണ്. സച്ച് കിഡ്നി ടച്ചിങ് വേർഡ്സ്. ജസ്റ്റ് നമ്പർ 3 and 4 നമ്മൾ ഒന്നിച്ചാണ് കാണിക്കുന്നത്, കാരണം ഇവർ എപ്പോഴും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ സയാമി സെക്ടകളല്ല ഗൈസ്. ഇരട്ടകളാ, ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. നമ്മുടെ സ്വന്തം സബിതത്തെ നല്ല പിങ്ക് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ബാർബി ഡോൾ പോലെ. ഇതാണ് നമ്മുടെ രമ്യ ചേച്ചി, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കേരള ഹരിത പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ 2 പേര്. ഈ ഓഫീസില് എന്താണ് ഇവരുടെ ജോലി? അമിത പറയും. ആധാരം എടുത്താണ്. എല്ലാമായ സഭ. എന്താ ഞങ്ങളെ പറ്റി എന്താ പറയാ? ഞങ്ങളൊന്ന് പോവല്ലേ? അപ്പൊ സഭയിലെടുത്ത് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഓളങ്ങളാണ്. സപ്പോർട്ട് ചെയ്യുന്നു. രമ്യചേച്ചി നല്ല അഭിപ്രായം പറയുന്നു. ക്യാപ്ചർ ചെയ്യൂ, ക്യാപ്ചർ സോ നമ്മള് വൈബ് ടീംസ് ആണെന്നാണ് രമ്യചേച്ചി പറയുന്നത്. നിഷയ്ക്ക് ഇപ്പം എക്സ്പ്ലോർ ചെയ്യാൻ ബാഗൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കാണ്. അതെ ഗൈസ്, ബാഗ് ഇട്ട് നമ്മുടെ ഡോറ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിവിടെ റിക്വസ്റ്റ് ഫോം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിൽ അടുത്ത ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട റിക്വസ്റ്റിനെ ഉള്ളത് ചെയ്യാണ്. ഇത്തമാരൊക്കെ ഇവിടെ കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മുടെ വക്കീലും യാസറും ഒക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് അഡ്വക്കേറ്റ് ബേസിൽ തങ്കച്ചൻ, ഇവിടുത്തെ ഒരു മെയിൻ അഡ്വക്കേറ്റ്. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാ. 2 വാക്ക് ഞങ്ങളെ കുറിച്ച് പറയും. ഇത്ര ദിവസം കണ്ടല്ലേ? ലൈവ് അല്ല, ഇത് വ്ളോഗിനുള്ളതാ. ഇൻട്രോവേർട്ട് ആയി മാറി. ഇങ്ങനൊന്നും അല്ല, നന്നായിട്ട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ആണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. MCBA അതുപോലെ തന്നെ അമിത് നമ്മുടെ ഈ ഓഫീസിന്റെ അഭിമാനമായ നമ്മുടെ ഇന്ത്യൻസ് ആണ്. വളരെ നല്ല രീതിയിൽ കോടതിയിലും ഓഫീസിലും അവര് അറ്റൻഡ് ചെയ്തു അല്ലേ? ഒരു 2 ആഴ്ച നമ്മുടെ സ്റ്റാഫിനായാലും മറ്റ് സീനിയേഴ്സിനാണെങ്കിലും വളരെ നല്ലൊരു എന്താ പറയാ സഹകരണമായിരുന്നു ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും ഒരു നേരെയാണ് ഇതിലൂടെ മനസ്സിലാക്കാം. രാഷ്ട്രീയക്കാരന്റെ ഒരു വർത്താനം ഇപ്പൊ ഇതിലൂടെ മനസ്സിലായി. ഞാൻ പ്രസംഗം അവസാനിച്ചില്ലായിരുന്നു. അല്ല, അഡ്വക്കേറ്റ് മാത്രല്ല, വേറെ എന്തൊക്കെയല്ലേ പറഞ്ഞോ? പ്രൊമോഷനാ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കി എൻറോൾ ചെയ്ത് നമ്മുടെ നാടിന് അഭിമാനമായ വക്കീലന്മാരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലൂടെ മനസ്സിലായി എത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളതെന്ന്. അഡ്വക്കേറ്റ് മാത്രമല്ല, ബാക്കി സെൽഫ് പ്രൊമോഷൻ ചെയ്യും. അതൊക്കെ യാസർ. ഇതാണ് ഞങ്ങളുടെ ആബിദ് സാറ്. ആബിദ് സാറിന്റെയും സിരാജ് സാറിന്റെയും ഓഫീസാണിത്. സാർ ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം. സാറ് ഞങ്ങളെ 2 ദിവസത്തെ കണ്ടിട്ടുള്ളൂ ഗൈസ്, എന്നാലും സാറിന് നല്ല അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് വക്കീലന്മാരായി വന്ന ഈ ഓഫീസിൽ ജൂനിയേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ജോലിയൊക്കെ ഇപ്പോഴേ സെറ്റായി ഗൈസ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. സോ ഗൈസ്, ഞങ്ങൾ ഫൈനലായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് പരിചയപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഓഫീസിന്റെ എല്ലാമായി, നമ്മുടെ ഓഫീസിന്റെ കാലുകൾ എന്ന് വേണ്ടി പറയാം. എല്ലാ കോടതിയിൽ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതും എല്ലാം കറക്റ്റ് സമയത്ത് അറേഞ്ച് ചെയ്യുന്നതുമായ നമ്മുടെ സ്വന്തം സുനിത ചേച്ചി. സ്വന്തം സുനിത ചേച്ചി 24 hours വർക്കിങ്ങിന് റെഡിയാണ്, സ്റ്റിൽ വർക്കിംഗ് ആണ്. സുനിത ചേച്ചിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞുതരും. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? പിള്ളേർ സൂപ്പർ. ഇതുപോലത്തെ പിള്ളേർ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വൈബ് ചേച്ചിയാണ്. സ്കൂട്ടായി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 വക്കീലാണ്, പക്ഷെ 2 പേരും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ മിന്നായ പോലെ കാണിച്ചു തരാം. അങ്ങനെ ഫൈനൽ ഡേ ഈസ് ഓവർ. ഞങ്ങൾ എല്ലാം വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറെ നല്ല മൊമെന്റ്സ് മിസ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്.